ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിറം ബൈ മിതു. ഇന്ന് നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, അതും ഗിത്താർ തന്നെ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ടൂത്ത് പിക്ക് തന്നെ, പിന്നെ ഒട്ടിക്കാനായിട്ട് ഗ്ലൂവും കട്ട് ചെയ്യാനായിട്ട് കട്ടിംഗ് ബ്ലേഡും. ഫസ്റ്റ് ഞാൻ ഈ ടൂത്ത് പിക്കിൻ്റെ രണ്ട് എൻഡ്സും ഉണ്ടല്ലോ, ഒരു ഷാർപ്പും ഒരു അണ്ടുലേഷൻസ് ഒക്കെയുള്ള അത് രണ്ടും കട്ട് ചെയ്തങ്ങ് മാറ്റുന്നുണ്ട്. എന്നിട്ട് കിട്ടുന്ന മിഡിൽ പോർഷനാണ് നമുക്ക് ഗിത്താർ ചെയ്യാനായിട്ട് മെയിനായിട്ടും വേണ്ടത്. ഒരു ട്രേസിങ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗിത്താറിൻ്റെ ഷേപ്പിൽ ഞാനിങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ ഈ വരച്ച പോർഷനിലാണ് കറക്റ്റ് നമ്മുടെ ടൂത്ത് പിക്ക് ഒട്ടിക്കേണ്ടത്. ഞാനിവിടെ ഒട്ടിക്കാനായിട്ടുള്ള ഗ്ലൂ ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഫെവിക്കോളാണ്. നോർമൽ ഫെവിക്കോളല്ല, നമ്മുടെ വുഡൊക്കെ ഒട്ടിക്കില്ലേ ആ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ബലത്തിൽ ഇരിക്കുമല്ലോ എന്ന് കരുതി. അതുമാത്രമല്ല, എൻ്റെ കയ്യിൽ ഗ്ലൂ സ്റ്റിക്ക് ഇല്ല താനും. ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാനിപ്പോൾ പറയാവേ. ഈ ടൂത്ത് പിക്കിൻ്റെ സ്ഥാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രേസിങ് ഷീറ്റിൻ്റെ മേലെ പേരിന് 1-2 ഡോട്ടോ ഫെവിക്കോൾ മാത്രം അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ എന്താ കാണിച്ചത്, അത്യാവശ്യം തിക്നെസ്സിൽ ഇങ്ങനെ പരത്തിയാണ് ഫെവിക്കോൾ തേച്ച് കൊടുത്തത്. അതുകൊണ്ട് എന്താ, എനിക്ക് ലാസ്റ്റ് ഈ ഫെവിക്കോളൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഓരോ ടൂത്ത് പിക്കിൻ്റെ രണ്ട് സൈഡിലൊന്നും എക്സ്ട്രാ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഫെവിക്കോൾ കട്ട് ചെയ്ത് മാറ്റലായിരുന്നു മെയിൻ പണി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിന്ന അബദ്ധം. ടൂത്ത് പിക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കാം. ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഈർക്കിലില്ലേ അതായാലും ഉപയോഗിക്കാം. അതുപോലെ ട്രേസിങ് ഷീറ്റ് ഇല്ലാത്തവർ ന്യൂസ് പേപ്പറോ വൈറ്റ് പേപ്പറോ ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ട്രേസിങ് ഷീറ്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ക്രാഫ്റ്റ് പേപ്പറൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇതുപോലത്തെ ട്രാൻസ്പാരൻറ്റ് പേപ്പർ കിട്ടില്ലേ, ഞാൻ അതാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും കാണില്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് പക്ഷേ ഫ്ലൂട്ടാണ്. നമ്മുടെ ഈ ഫിലിം സോങ്സിലൊക്കെ ഫ്ലൂട്ടിൻ്റെ പോർഷൻസൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിൽ ഗിത്താർ വായിക്കാൻ അറിയാവുന്നവരോ അല്ലെങ്കിൽ ഗിത്താർ ഫേവറേറ്റ് ആയിട്ടുള്ളവരോ താഴെ കമൻറ്റ് ചെയ്യണേ. എല്ലാ ടൂത്ത് പിക്കും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ എല്ലാ ജോയിൻസിലും ഫെവിക്കോളൂടെ അപ്ലൈ ചെയ്തു. നല്ല ഉണങ്ങിയതിന് ശേഷം ബാക്കിൽ കണ്ട ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഞാൻ പതുക്കെ റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗിത്താർ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കൺഫ്യൂഷനായിരുന്നു ഏത് കളർ അടിക്കണം, അല്ലെ ഇത് തന്നെ മതിയോ എന്നൊക്കെ. ഫൈനലി ഞാൻ ബ്ലാക്ക് കളർ അടിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലെത്തി. അങ്ങനെ ഫുൾ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. സെറ്റ്, ഗിത്താർ ഇസ് റെഡി. അപ്പോൾ ഇനി എന്താ, ഗിത്താർ എടുക്കുക, വായിക്കാൻ തുടങ്ങുക. ടൺ ടാൻ ടാൻ ടൺ ടാൻ ടാൻ. അത്ര വലിയ സംഭവമൊന്നും അല്ലാന്ന് എനിക്കും അറിയാം, പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയത്. കാണാൻ നല്ല സിമ്പിളാണെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു 5 മണിക്കൂർ എടുത്ത് കാണും. പ്രത്യേകിച്ച് ആ ടൂത്ത് പിക്ക് കട്ടിങ്ങിലാണ് അത്രയും സമയം പോയത്. ഭിത്തിമേ വെച്ചതിനേക്കാൾ എനിക്കിത് കുറച്ചുകൂടെ ഇഷ്ടമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളിത് ട്രൈ ചെയ്തുകൂടെ നോക്കില്ലേ? അപ്പോൾ ശരി, ബൈ.